ഗുഡ് മോർണിംഗ് ഓൾ. സെക്കൻഡ് സീരീസ് എക്സാമിന് മൊഡ്യൂൾ നമ്പർ 2 ടോപ്പിക്സിൻ്റെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മൾ 2 ക്ലാസ് ഓൾറെഡി റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഓഫ്ലൈൻ ക്ലാസ്സിലും ഒരെണ്ണം ഓൺലൈൻ ക്ലാസ്സിലും ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു സെഷനിലേക്ക് പോവാതെ എക്സാമിനേഷൻ പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യം എക്സാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നതുകൊണ്ട് ഒരു റിവിഷൻ കൂടി ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. അപ്പം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മൊഡ്യൂൾ നമ്പർ 2 നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു. PHൻ്റെയും POHൻ്റെയും പ്രോബ്ലംസും ബഫർ സൊല്യൂഷൻസും അതുപോലെ വോളിയോമെട്രിക് അനാലിസിസും ഇതാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ അതിന് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നോക്കി പോവേണ്ടതുണ്ട്. ആദ്യം PHൻ്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഡെഫിനേഷൻ വൈസ് അതിൻ്റെ തിയറിയിലേക്കൊന്നും തൽക്കാലം നമ്മൾ ഈ എക്സാമിൽ പോകുന്നില്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നമ്മുടെ ഇക്വേഷൻസ് അത്യാവശ്യമായതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് പോവാം. PH എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. PH കാണാനുള്ള ഇക്വേഷൻ PH is equal to minus log concentration of H plus POH എന്ന് വെച്ചാൽ it is the negative logarithm of OH minus ion concentration in a solution. കാണാനുള്ള ഇക്വേഷൻ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. സോ ഈ ഒരു ഇക്വേഷൻ രണ്ടിന്നും നമുക്ക് മനസ്സിലായി. PH കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ അറിയണം. POH കണ്ടുപിടിക്കണമെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷനും അറിയണം. ഇനി ഒരു സൊല്യൂഷൻ്റെ PHും POHും തമ്മിൽ റിലേഷൻ ഉണ്ട്. നമുക്കതിൻ്റെ ഡെറിവേഷനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. ഒരു സൊല്യൂഷൻ്റെ PHും ആ സൊല്യൂഷൻ്റെ POHും തമ്മിൽ ആഡ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് 14. ഒരു സൊല്യൂഷൻ്റെ PH വാല്യൂവും POH വാല്യൂവും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 14 ആണ് ആൻസർ കിട്ടുന്നത്. സോ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് PH കണ്ടുപിടിക്കാം POH അറിയുമെങ്കിൽ. തിരിച്ച് POH കണ്ടുപിടിക്കാം PH അറിയുമെങ്കിൽ. PH is equal to 14 minus POH ആണ്. POH is equal to 14 minus PH. പിന്നെ ആ ടോപ്പിക്കിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് PH ആണ്. 10ഓളം ആപ്ലിക്കേഷൻസ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പഠിക്കാൻ സൗകര്യമുള്ള ഒരു 5-6 എണ്ണം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ടോപ്പിക് ജസ്റ്റ് പോയിൻ്റായിട്ട് ഓർത്ത് വെച്ചാലും മതി. ഒരു 5 എണ്ണം മിനിമം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ റിവൈസ് ചെയ്തിരുന്നു. അപ്പോൾ 5 എണ്ണം മിനിമം ജസ്റ്റ് ഒരു 6 പോയിൻ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ ഓഫ് PH ക്യാൻ റെഡ്യൂസ് കൊറോഷൻ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ ഇൻഡസ്ട്രീസിലുണ്ട്. അതുപോലെ ഒരു സൊല്യൂഷൻ്റെ നേച്ചർ മനസ്സിലാവാൻ, ഈ മീഡിയത്തിൻ്റെ നേച്ചർ മനസ്സിലാവാൻ, അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് മനസ്സിലാവാൻ ഉപയോഗിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് പ്രിസർവേഷനിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു 4-5 ആപ്ലിക്കേഷൻസ് PHന് നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കാം. അടുത്തത് ബഫർ സൊല്യൂഷനാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാണ് എളുപ്പത്തിന് വേണ്ടി. എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ PHൽ ചേഞ്ച് ഉണ്ടാവുന്നത് തടയുന്ന സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ആൻഡ് ദർ ആർ 2 ടൈപ്സ്. 2 ടൈപ്പ് ബഫർ ഉണ്ട്. ഒന്ന് അസിഡിക് ബഫറാണ്. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആസിഡിൻ്റെയും അതിൻ്റെ സോൾട്ടിൻ്റെയും കോമ്പിനേഷനാണ്. PH വരുന്നത് 7ൽ താഴെയാണ്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കണ്ടത് അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റിൻ്റെയും കോമ്പിനേഷനാണ്. രണ്ടാമത്തെ ടൈപ്പ് ബഫർ ബേസിക് ബഫറാണ്. ഒരു വീക്ക് ബേസിൻ്റെയും അതിൻ്റെ സോൾട്ടിൻ്റെയും കോമ്പിനേഷനാണ്. PH 7ൽ കൂടുതലായിരിക്കും. എക്സാമ്പിളായിട്ട് നമ്മൾ കണ്ടിരുന്നത് അമ്മോണിയം ഹൈഡ്രോക്സൈഡും അമ്മോണിയം ക്ലോറൈഡുമാണ്. പിന്നീട് നമുക്ക് നോക്കിയിരുന്നത് വോളിയോമെട്രിക് അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആയിരുന്നു. അപ്പോൾ അത് ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് അറിയാവുന്നത്, ആ സൊല്യൂഷൻ ഹൂസ് കോൺസെൻട്രേഷൻ ഇസ് നോൺ, ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. എൻഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ പോയിൻ്റ് അറ്റ് വിച്ച് എ റിയാക്ഷൻ ഇസ് ജസ്റ്റ് കംപ്ലീറ്റ് ഡ്യൂറിങ് ടൈട്രേഷൻ. ഒരു ടൈട്രേഷൻ്റെ സമയത്ത് ഏത് പോയിൻ്റിലാണോ ആ റിയാക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് ആ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് എൻഡ് പോയിൻ്റ്.
ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് എൻഡ് പോയിൻ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇൻഡിക്കേറ്റർ. ഒരു കോണിക്കൽ ഫ്ലാസ്കിനകത്തേക്ക് ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുന്നത് അതൊരു ആസിഡ് മീഡിയത്തിൽ നിന്ന് ബേസിക്കിലേക്കോ അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിൽ നിന്ന് ആസിഡ് മീഡിയത്തിലേക്കോ പോകുന്ന സമയത്ത് അതൊരു കളർ ചേഞ്ച് കാണിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എൻഡ് പോയിൻ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക. 2 ഇൻഡിക്കേറ്ററാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഒന്ന് മീഥൈൽ ഓറഞ്ചാണ്, ഒന്ന് ഫിനോഫ്തലീനാണ്. നെക്സ്റ്റ് pH റേഞ്ച് ആയിരുന്നു. ഏത് pH വാല്യൂസിൻ്റെ ഉള്ളിലാണോ ഒരു ഇൻഡിക്കേറ്റർ സ്പെസിഫിക് ആയിട്ടൊരു കളർ ചേഞ്ച് കാണിക്കുന്നത്, ആ pH വാല്യൂവിൻ്റെ ഇൻ്റർവെലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് pH റേഞ്ച് ഓഫ് ആൻ ഇൻഡിക്കേറ്റർ. ഒക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാണ്. വോളിയോമെട്രിക് അനാലിസിസ് എന്താ, ടൈട്രേഷൻ എന്താണെന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസ് ആണ്. വോളിയോമെട്രിക് അനാലിസിസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് പോയിൻറ്റ് ദി പ്രോഡക്റ്റ് ഓഫ് നോർമാലിറ്റി ആൻഡ് വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ആഡഡ് ഫ്രം ദ ബ്യൂററ്റ് is equal to product of normality and volume of the solution taken in the titration flask. ബ്യൂററ്റിൽ നമ്മളെടുത്ത സൊല്യൂഷൻ്റെ നോർമാലിറ്റിയും വോള്യൂം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ഏത് സൊല്യൂഷനാണോ നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് എടുത്തത് അതിൻ്റെ നോർമാലിറ്റിയും മൊളാരിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ നമുക്ക് കിട്ടും. ഏത് പോയിൻറ്റിൽ? എൻഡ് പോയിൻറ്റിൽ. ഈ ഒരൊറ്റ ബേസിസിൽ നിന്നാണ് വോളിയോമെട്രിക് അനാലിസിസ് മൊത്തം നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. N1 V1 is equal to N2 V2 എന്നുള്ള, അല്ലെങ്കിൽ Na Va is equal to Nb Vb. Na എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ആസിഡ് ആണ്, Va എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് ദി ആസിഡ്, അതുപോലെ Nb നോർമാലിറ്റി ഓഫ് ദി ബേസ്, Vb വോള്യൂം ഓഫ് ദി ബേസ്. അപ്പോൾ ഒരൊറ്റ ബേസിസിലാണ് നമ്മൾ വോളിയോമെട്രിക് അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒന്ന് ലാസ്റ്റ് ജസ്റ്റ് Na Va എന്നുള്ളത് താഴെ ഇരിക്കുന്നുണ്ട്. NB ആയിട്ട് ഞാനിവിടെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്, നമ്മളൊരു ചോയ്സ് ഓഫ് ഇൻഡിക്കേറ്റർ അതിനകത്ത് പഠിച്ചിരുന്നു. ഓരോ ആസിഡും ബേസും ആകുമ്പോൾ ഏത് ഇൻഡിക്കേറ്ററാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ചോയ്സ് ഓഫ് ഇൻഡിക്കേറ്റർ നോക്കിയിരുന്നു. അപ്പോൾ ഓരോന്നിലും ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ, അതുപോലെ ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ, അങ്ങനെ വീക്ക് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ ഏത് ഉപയോഗിക്കും എന്നൊക്കെ നമ്മൾ വിത്ത് റീസൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഓർമ്മയിൽ ഓർത്ത് വയ്ക്കാൻ യൂഷ്വലി ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാണ് ഓർത്ത് വയ്ക്കാൻ വേണ്ടി. നമുക്ക് സാധാരണ രീതിയിൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ ഫിനോഫ്തലീനും മീഥൈൽ ഓറഞ്ചും ഉപയോഗിക്കാൻ പറ്റും നമുക്കറിയാം. അതുപോലെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ ഫിനോഫ്തലീൻ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ മീഥൈൽ ഓറഞ്ചും മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ചിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. മുഴുവനായിട്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് സോഡിയം കാർബണേറ്റോ പൊട്ടാസ്യം കാർബണേറ്റോ കണ്ടാൽ, ഇഫ് നിങ്ങൾക്ക് റീസൺ ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല, ഓർത്ത് വയ്ക്കാൻ പറ്റണില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒരു വീക്ക് ബേസ് എന്നുള്ള രീതിയിൽ സോഡിയം കാർബണേറ്റോ പൊട്ടാസ്യം കാർബണേറ്റോ കണ്ടാൽ ഇൻഡിക്കേറ്റർ എഴുതി വയ്ക്കുക, ഇറ്റ്സ് മീഥൈൽ ഓറഞ്ച്. ബാക്കിയുള്ള എല്ലാത്തിനും നിങ്ങൾ ഫിനോഫ്തലീൻ എഴുതിയാലും ആൻസർ ഓക്കെയാണ്. നോർമലി നിങ്ങളടുത്ത് ചോദിക്കുന്ന സാധാരണ രീതിയിൽ എപ്പോഴും ചോദിച്ച് കാണാറുള്ള 2 വീക്ക് ബേസാണ് സോഡിയം കാർബണേറ്റും പൊട്ടാസ്യം കാർബണേറ്റും. അവർ ഉള്ള സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും നമ്മൾ ജസ്റ്റ് ആ ചാപ്റ്റർ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കണം. പഠിച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും വേണം. ഇനി നമ്മൾ ജസ്റ്റ് ഇതിപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തതാണ്, റിവിഷൻ ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റിവൈസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ലാസ്റ്റ് സ്ലൈഡ് നമ്പർ 8 ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കട്ടിംഗ് ആണ്. ഒക്ടോബർ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു എസ്സേ പാർട്ടിലുള്ള ഒരു 3 ക്വസ്റ്റ്യനാണ്. അതിനകത്ത് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കാണും, എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ 3 ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം pH കാണാനുള്ള ചോദ്യമാണ്. സൊല്യൂഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 5.6 gram of KOH in 500 ml of the solution and what is the pH of the solution. അപ്പോൾ ഇതേ ടൈപ്പ് ചോദ്യം നമ്മൾ NaOHൻ്റെ ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് KOHൽ വെയിറ്റ് ഇൻ ഗ്രാം ആണ്. 5.6 gram വെയിറ്റാണ് KOH, 500 ml ആണ്. സോ ഇവിടെ ഡയറക്റ്റ് നമുക്ക് മൊളാരിറ്റി തന്നിട്ടില്ല.
നമ്മൾ ആദ്യം ഈ പറഞ്ഞ ഡാറ്റാസ് വെച്ച് 5.6 ഗ്രാമിൻ 500 ml എന്ന് പറയുന്ന ഈ ഡാറ്റ ഉപയോഗിച്ച് ആദ്യം KOHൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കേണ്ടി വരും. മൊളാരിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് ഇക്വേഷൻ നമുക്കറിയാം W/m × 1000/V ആണ്. m മോളിക്കുലർ മാസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർത്തോളണം എന്നില്ല. KOH ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ വെയിറ്റും ഓക്സിജൻ്റെ വെയിറ്റും ഹൈഡ്രജൻ്റെ വെയിറ്റും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. KOHന് പൊട്ടാസ്യത്തിൻ്റെ 39, ഓക്സിജൻ്റെ 16, ഹൈഡ്രജൻ്റെ 1 മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് കിട്ടും. ഇറ്റ് ഈസ് 56 ആണ് കിട്ടുക. ആ 56 മോളിക്കുലർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മൊളാരിറ്റി കാണുക. മൊളാരിറ്റി കണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിസോസിയേഷൻ എഴുതി നോക്കുക. ഡിസോസിയേഷൻ എഴുതി OH- കോൺസെൻട്രേഷൻ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ആ OH- കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് POH വാല്യൂ കാണുക. POH വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ PHും POHും തമ്മിലുള്ള റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് pH വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആൻസർ എഴുതുക. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആൻസർ എഴുതണം, നിർബന്ധമായിട്ടും ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം ഷോർട്ട് നോട്ട്സ് ഓൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആൻഡ് ബഫർ കപ്പാസിറ്റിയാണ്. മാർക്ക് നോക്കുക, 5 മാർക്കിൻ്റെയാണ്. 2.5 വരാൻ സാധ്യതയുണ്ട്. സോ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻ എന്നുള്ളതിൽ കൂടുതലൊന്നും എഴുതാനില്ല. വോളിയോമെട്രിക് അനാലിസിസിൽ നമ്മളൊരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് തരും. കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ അൺനോൺ സൊല്യൂഷൻ എന്ന് വിളിക്കും. ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് അറിയുന്നത് അത് സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്. അടുത്തത് ബഫർ കപ്പാസിറ്റിയാണ്. എന്താണ് ബഫറിൻ്റെ കപ്പാസിറ്റി? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒരു ഇക്വേഷൻ രൂപത്തിലും അതുപോലെ ഒരു ഡെഫിനിഷൻ രൂപത്തിലും നമ്മൾ ജസ്റ്റ് കണ്ടതാണ്. അത് രണ്ടും എഴുതി വയ്ക്കാം. മൂന്നാമത്തത് റൈറ്റ് എനി ഫോർ ആപ്ലിക്കേഷൻസ് ഓഫ് PH 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 5 പോയിൻ്റ് മിനിമം. ആ ഒരു പോയിൻ്റ് വൈസ് ആണെങ്കിൽ വെറുതെ പോയിൻ്റ് എഴുതുകയാണെങ്കിൽ ഒരു 5 പോയിൻ്റ് അവിടെ എഴുതി വയ്ക്കുക ആൻസറായിട്ട്. അപ്പോൾ ഈ സെഷനിൽ നോട്ടായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഒരു സ്ലൈഡ് മാത്രമാണ്. 8th നമ്പർ സ്ലൈഡ് മാത്രമാണ്. ഇതിൻ്റെ ആൻസർ, ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി നോട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. മുമ്പത്തെ ഒന്നും എഴുതണമെന്നില്ല. കാര്യം എല്ലാം നമ്മൾ എഴുതി നമ്മളുടെ നോട്ടിലുള്ളതാണ്. ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇതിവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നോക്കി എഴുതരുത്. നോക്കി എഴുതാതെ മാക്സിമം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രിപ്പയർ ചെയ്ത് എഴുതുക. ഇതിന് ആൻസർ കറക്റ്റ് ആവുന്നതിന് നിങ്ങൾക്ക് മാർക്കൊന്നുമില്ല. പക്ഷെ എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് അതേപോലെ എഴുതി വെക്കണ്ട. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ എടുത്തൊന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ സൈറ്റിൽ കയറിയിട്ടൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അതിൽ നമ്മളുടെ മൊഡ്യൂൾ നമ്പർ 2 അതുപോലെ എക്സാമിനുള്ള മൊഡ്യൂൾ നമ്പർ 1ൻ്റെ നാനോ കെമിസ്ട്രീൻ്റെ പോർഷൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക. നോക്കിയിട്ട് ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ പറയുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ചോദിക്കുക. തൽക്കാലം ഇന്നത്തെ സെഷന് ഇവിടെ നമുക്ക് നിർത്താം. ഇതിൽ ഈ 8ാമത്തെ സ്ലൈഡിൽ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതി നോട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.